പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ തലകളെ വണങ്ങാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ, ഈ മനോഹരമായ ഈ പ്രഭാതത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം കരേറ്റുന്നു. വീണ്ടും ഒരിക്കൽ കൂടി നിന്റെ സന്നിധിയിൽ ആരാധനയ്ക്ക് വേണ്ടി കൂടി വരുവാൻ കുടുംബങ്ങളായി ഞങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകുന്നതിനായിട്ട് നന്ദിയോട് സ്തോത്രം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം നീ ഞങ്ങൾ എത്ര ക്ഷേമകരമായിട്ട് വഴി നടത്തി. ഞങ്ങളുടെ ജീവിതയാത്രയിലൊക്കെ കർത്താവിന്റെ കൃപയുണ്ടായിരുന്നു. ആപത്തനത്തിൽ നമുക്ക് ഞങ്ങളെ വിടുവിച്ച് സന്തോഷവും സമാധാനവും ഞങ്ങൾക്ക് അവിടുന്ന് നൽകിയല്ലോ. നന്ദിയോടെ അങ്ങേക്ക് സ്തോത്രം കരേറ്റുന്നു. ആരാധനയ്ക്ക് വേണ്ടി ഞങ്ങൾ നിന്റെ സന്നിധിയിലായിരിക്കുന്നുവല്ലോ. ദൈവകൃപയിൽ ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നീ ഞങ്ങളെ കാവൽ ചെയ്യണമേ. ദൈവവചനം കേൾക്കുവാനും കർത്താവെ ഞങ്ങളുടെ ആവശ്യങ്ങൾ പരമാവധി ഹൃദയത്തോടെ തിരുമുൻപാകെ സമർപ്പിക്കുവാനും അങ്ങനെ ആരാധനയിൽ അനുഗ്രഹം പ്രാപിപ്പാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാനവും മഹത്വവും പങ്കെടുക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. കർത്താവിന്റെ നാമമഹത്വത്തിനായി ജ്ഞാനങ്ങൾ ദിനങ്ങളിൽ 3-ാമത്തെ പാട്ട്, അതിന്റെ 1, 4, 5 ചരണങ്ങൾ. ഹിം നമ്പർ 3. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അതിരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. സൈന്യങ്ങളുടെ
ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുൻപാകെ അർപ്പിക്കുന്നതിന് ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിന് ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലുപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ചു സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നമുക്ക് നമ്മുടെ മുഴങ്ങാലുകളെ മടക്കിക്കൊണ്ട് മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റുപറയാം. സർവശക്തി മഹാദേവേ, പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്തുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. കർത്താവിനെ സ്തുതിപ്പിൻ. 95-ാമത്തെ സങ്കീർത്തനം നമുക്ക് ചേർന്ന് ചൊല്ലാം. സംഗീതങ്ങളോടെ
42-ാമത്തെ സങ്കീർത്തനം വാക്യപ്രതിവാക്യമായിട്ട് നമുക്ക് വായിക്കാം. 42-ാമത്തെ സങ്കീർത്തനം. മാന്യത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എന്റെ കണ്ണുനീർ രാവും പകലും എന്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. എന്റെ ആത്മാവെ, നീ വിഷാദത്തിനുള്ളിൽ ഞരങ്ങുന്നതെന്ന് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എന്റെ മുഖപ്രകാശക രക്ഷയും എന്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. നിന്റെ നീർച്ചാട്ടങ്ങളുടെ ഇടിച്ചിലാൽ ആഴിയെ വിളിക്കുന്നു. നിന്റെ ഓളങ്ങളും തിരമാലകളും എല്ലാം എന്റെ മീതെ കടന്നു പോകുന്നു. നീ എന്നെ മറന്നത് എന്ത്? ശത്രുവിന്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതുമെന്ത് എന്ന് ഞാൻ എന്റെ പാറയായ ദൈവത്തോട് പറയും. എന്റെ ആത്മാവെ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എന്റെ മുഖപ്രകാശക രക്ഷയും എന്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. പാഠഭാഗങ്ങൾ വായിച്ചു കേൾക്കാം. ഒന്നാമത്തെ പാഠം. ഒന്നാം പാഠം യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 28-ാം വാക്യം മുതൽ 32-ാം വാക്യം വരെയുള്ള ദൈവവചനം ശ്രദ്ധിപ്പിൻ. യോവേൽ 2-ാം അധ്യായം 28-ാം വാക്യം മുതൽ 32-ാം വാക്യം വരെ. അതിനുശേഷമോ ഞാൻ സകല ജനത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാടുകളിൽ എന്റെ ആത്മാവിനെ പകരും. ഞാൻ ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കും. രക്തവും തീയും പുകത്തോണും തന്നെ. യഹോവയുടെ വലുതും ഭയങ്കരവുമായുള്ള ദിവസം വരും മുൻപേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. എന്നാൽ യഹോവയുടെ നാമം വിളിച്ചുപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും. യഹോവ അരുളി ചെയ്തതുപോലെ സീയോൻ പർവ്വതത്തിലും യെരൂശലേമിലും ഒരു രക്ഷിത ഗണവും ശേഷിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ യഹോവ വെളിപ്പാനുള്ളവരും ഉണ്ടാകും. ഇവിടെ പാഠം അവസാനിക്കുന്നു. ദൈവമേ, നിനക്ക് സ്തോത്രമുണ്ടാകട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 3 വിശുദ്ധ യുവാക്കന്മാരുടെ പാട്ട് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. 3 വിശുദ്ധ യുവാക്കന്മാരുടെ പാട്ട്. കർത്താവിന്റെ സകല സൃഷ്ടികളുമേ, കർത്താവിനെ വാഴ്ത്തുവിൻ. അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. ആകാശങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ. ആകാശവിധാനത്തിന് മീതെയുള്ള വെള്ളങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ. ആകാശത്തിലെ നക്ഷത്രങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ. മഴയും മഞ്ഞുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ശീതകാലവും ഉഷ്ണകാലവുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. മഞ്ഞും ഉറച്ചു മഞ്ഞുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. രാപ്പകലുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ. ഇരുൾ വെളിവുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ. ഭൂമി കർത്താവിനെ വാഴ്ത്തട്ടെ. അത്രയുമല്ല, അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തട്ടെ.
അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവൻ. കർത്താവേ, സ്വർഗീയ മണ്ഡലങ്ങളിൽ നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നീ എന്നേക്കും സ്തുതിക്കപ്പെടുന്നവനും എല്ലാറ്റിലും നീ മഹോന്നതനും ആകുന്നുവല്ലോ. രണ്ടാം പാഠം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യം മുതൽ 26-ാം വാക്യം വരെയുള്ള ദൈവവചനം ശ്രദ്ധിക്കുകയും. ഗലാത്യർ 5-ാം അധ്യായം 22-ാം വാക്യം മുതൽ 26-ാം വാക്യം വരെ. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വസ്തുക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. നാം അന്യോന്യം പോരിനെ വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടുകൊണ്ട് വൃഥാഭിമാനികളാകരുത്. ഇവിടെ പാഠം അവസാനിക്കുന്നു. ദൈവമേ, നിനക്ക് സ്തോത്രമുണ്ടാകട്ടെ. നമുക്കെല്ലാവർക്കും ചേർന്ന് സഭയുടെ പാട്ട് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. സഭയുടെ പാട്ട്. ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവ് നീയാകുന്നു എന്ന് ഞങ്ങൾ അനുസരിച്ചു കൊള്ളുന്നു. സകല ദൈവദൂതന്മാരും പരമണ്ഡലനും അവയിലുള്ള സകല അധികാരങ്ങളും നിന്നെ നോക്കിയാക്കുന്നു. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് അപ്പോസ്തലന്മാരുടെ പ്രഭാവ സമൂഹം നിന്നെ സ്തുതിക്കുന്നു. രക്തസാക്ഷിക്കാരുടെ ശ്രേഷ്ഠ സൈന്യം നിന്നെ സ്തുതിക്കുന്നു. നിരവധിതനായ പ്രത്യേകപുത്രനെ, ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെ ലോകത്തിലെല്ലാവരുമുള്ള വിശുദ്ധ സഭ അനുസരിച്ചു കൊള്ളുന്നു. മനുഷ്യരെ രക്ഷിക്കാൻ നീ തരമേറ്റപ്പോൾ കന്യകയുടെ ഗർഭത്തെ വരത്തില്ല. നീ ദൈവത്തിന്റെ വലതു ഭാഗത്ത് പിതാവിന്റെ പ്രഭാവത്തോടെ ഇരിക്കുന്നു. രക്തം കൊണ്ട് നീ വീണ്ടെടുത്തവരായ നിന്റെ അടിയാർക്ക് സഹായിക്കണം എന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നിന്റെ ജനങ്ങളെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. നാമത്തെ കാലാവസ്ഥാനം കൂടാതെ എന്നും ഞങ്ങൾ വന്ദിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞാൻ നിങ്ങൾ ആശ്രയിച്ചിരിക്കുന്നു, ഞാൻ ഒരിക്കലും ലജ്ജപ്പെടരുതേ. വിശുദ്ധ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാമത്തെ അധ്യായം 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. Gospel according to St. John, chapter 14, verse beginning at 15. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യത്തിന് എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യാൻ അതിന് അവനെ ലഭിക്കാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല.
നിങ്ങളോ എന്നിലേക്കാണ്. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്ന് അറിയും. എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവനെ എന്നെ തന്നെ വെളിപ്പെടുത്തും. നിനക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും ചേർന്ന് ക്രിസ്തീയ ഗീതങ്ങളിൽ 395-ാമത്തെ ഗീതം പാടാം. 1, 3, 5 ചരണങ്ങൾ. ലിറിക് നമ്പർ 395. എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ ഭൂമി, എന്റെ വായിലെ വാക്കും ഞങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനവും ഇന്നും നിനക്ക് പ്രസാദമായിരിക്കുമാറാകണമേ. ആമേൻ. ലേഖന ഭാഗമായിട്ട് നാം വായിച്ച അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഗലാത്യർക്ക് ലേഖനം 5-ാമത്തെ അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം. ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യും. We live by the Spirit. Let us keep in step with the Spirit. ക്രിസ്തീയ ജീവിതം ഒരു പോരാട്ടത്തിന്റെ ജീവിതമാണ്. നന്മ ചെയ്യുവാൻ ആഗ്രഹിച്ചിട്ടും അറിയാതെ തിന്മകൾ ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്ന ജീവിത അനുഭവം. സൃഷ്ടിയുടെ ആരംഭം മുതൽ വെളിച്ചവും ഇരുളും തമ്മിലുള്ള
സംഘട്ടനം നമുക്ക് കാണുവാൻ സാധിക്കും. വെളിച്ചത്തെ പിടിച്ചടക്കുവാനുള്ള ഇരുളിന്റെ ശ്രമം എല്ലാ കാലങ്ങളിലും ഈ കാലങ്ങളിലും സജീവമാണ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെയെങ്കിലും സ്വാഭാവികമായിട്ട് നമ്മളുടെ മനസ്സിൽ ഉയരുന്ന ഒരു ചോദ്യം, ക്രിസ്തീയ ജീവിതത്തിൽ ഒരിക്കലും ഒരു ജയം സാധ്യമല്ല. എപ്പോഴും ഇങ്ങനെ തിന്മകൾക്കും ഇരുളിന്റെ പ്രവൃത്തികൾക്കും പാപത്തിനും അടിമകളായിട്ട് നാം ജീവിക്കുന്നു എങ്കിൽ ഈ ക്രിസ്തീയ ജീവിതത്തിന് എന്ത് മേന്മയാണ് പറയുവാൻ സാധിക്കുന്നത്? ഇവിടെയാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ നാം മനസ്സിലാക്കേണ്ടത്. ഈ പിന്നത്തെ വ്യാഴാഴ്ച സ്വർഗാരോഹണ വ്യാഴാഴ്ച. സ്വർഗാരോഹണ സമയത്ത് യേശു ശിഷ്യഗണങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദത്തം ആത്മാവിനെ നിങ്ങളുടെ മേൽ അയക്കും എന്നുള്ളതാണ്. അതുതന്നെയാണ് യോവേൽ പ്രവചനത്തിൽ ഇന്ന് നാം വായിച്ച വാക്യങ്ങൾ. സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. അതൊരു യുഗാന്ത ദർശനമാണ്. പെന്തക്കോസ്ത് നാളിലേക്ക് യാഥാർത്ഥ്യമാകുന്നു എന്ന് അപ്പോസ്തലനായ വിശുദ്ധ പത്രോസിന്റെ പ്രസംഗത്തിൽ അവകാശപ്പെടുന്നതും അപ്പോസ്തല പ്രവൃത്തി 3-ാമത്തെ അധ്യായത്തിൽ നാം വായിച്ചു. യോഹന്നാന്റെ സുവിശേഷത്തിൽ പൊതുജനനം സംഭവ്യമാകുന്നത് തന്നെ ആത്മാവിന്റെ പ്രവർത്തനമാണ്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിന്റെ കാഴ്ചപ്പാടിൽ ഗലാത്യ ലേഖനത്തിൽ പറയുന്നു, മക്കൾ ആകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം നൽകി. We are the children of God. God's Spirit has given to us. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മളൊക്കെ ദൈവത്തിന്റെ ആത്മാവിനാൽ മുദ്രയിടപ്പെട്ടതാണ്. അപ്പോൾ ഉടമസ്ഥാവകാശം ദൈവത്തിൻ്റെതാണ്. പിന്നെ എന്തുകൊണ്ടാണ് നാം പരാജയപ്പെടുന്നത്? അവിടെയാണ് ഇന്നത്തെ വേദഭാഗത്തിന്റെ പ്രസക്തി നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. അവിടെ പറഞ്ഞിരിക്കുന്ന സൂചന ആത്മാവിനെ അനുസരിച്ച് നാം ജീവിക്കും. നമുക്ക് സാധാരണ മനസ്സിലാകുന്ന ഭാഷാ രീതിയിൽ പറഞ്ഞാൽ ആത്മനിറവോടുകൂടെ ജീവിക്കണം എന്നുള്ള ആഹ്വാനം. എല്ലാവർക്കും ദൈവത്തിന്റെ ആത്മാവ്. സാധാരണ പലപ്പോഴും പറയുന്നത് പോലെ ഒരു ഗ്ലാസിന്റെ താഴ്ഭാഗത്ത് കുറച്ച് വെള്ളമുണ്ടെങ്കിലും ഗ്ലാസിൽ വെള്ളമുണ്ട് എന്ന് നമുക്ക് പറയാം. എന്നാൽ മുകൾ ഭാഗം മുഴുവനും വായു നിറഞ്ഞു നിൽക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെല്ലാം കുറച്ചു. ദൈവത്തിന്റെ ആത്മാവ് ഉള്ളതുകൊണ്ടാണ് യേശുവിനെ കർത്താവ് നമുക്ക് ഏറ്റുപറയുവാൻ സാധിക്കും. എന്നാൽ ആ അനുഭവത്തിൽ നിന്ന് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന, ആത്മാവിന്റെ നിയന്ത്രണത്തിൽ ജീവിക്കുന്ന ജീവിത അനുഭവത്തിലേക്ക് നാം എത്തിച്ചേരണം എന്നുള്ളതാണ് ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പ്രതീക്ഷ. അത് സാധ്യമാകണമെങ്കിൽ എന്ത് നാം ചെയ്യണം? 2 കൊച്ചു കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തുവാനാണ് ഞാൻ ആഗ്രഹിച്ചത്. ഈ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഒരു ശക്തീകരണം, ക്രൂസിഫൈ ദ കാർണൽ നേച്ചർ. 24-ാമത്തെ വാക്യത്തിൽ ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചു. ക്രൂസിഫൈ ദ സെൽഫ്. ഇതൊരു നിസ്സംഗമായ അനുഭവം, പാസീവ് നേച്ചർ.
sufficient by us. We have to take action. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ നൽകുന്ന ഏറ്റവും വലിയ ശക്തിയാണ്. നാം നമ്മളുടെ ജനീക താല്പര്യങ്ങളെ ക്രൂശിക്കണം. ക്രൂശീകരണം വേദനയുള്ളതാണ്. ജനീക താല്പര്യങ്ങളെ ഒഴിവാക്കുക എന്ന് പറയുന്നതും വേദനയുള്ളതാണ്. അത് സാധ്യമാകണം എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ വാക്യങ്ങളൊക്കെ നാം കാണുന്നത്. ഈ ഗലാത്യലേഖനം 5-ാമത്തെ അധ്യായത്തിന്റെ 19 വാക്യങ്ങളിൽ ജഡത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് ധാരാളം അവിടെ എഴുതിയിട്ടുണ്ട്. ദുർനടപ്പിനെ കുറിച്ച് പറയുന്നു, പകയെ കുറിച്ച് പറയുന്നു, മദ്യപാനത്തെ കുറിച്ച് പറയുന്നു, വെറിക്കൂത്തുകളെ കുറിച്ച് പറയുന്നു. ഈ ജനീക പ്രവൃത്തികളെല്ലാം ഇന്ന് വളരെ നിസ്സാരമായിട്ട് നമ്മൾ കരുതുന്നു എന്നുള്ളതാണ് ദുഃഖകരമായ സംഭവം. ഈ ജനീക പ്രവൃത്തികൾക്ക് വളരുവാൻ സഹായകരമായ സാഹചര്യങ്ങൾ നാം ഒരുക്കിയിട്ട് ആത്മാവിന്റെ ഫലം നമ്മളില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? വേദപുസ്തകത്തിന്റെയും പ്രകൃതിയുടെയും മാറ്റമില്ലാത്ത നിയമം വിതയ്ക്കുന്നത് തന്നെ നമ്മൾ കൊയ്യും. വിതയ്ക്കുന്നതിനേക്കാൾ അധികം നമ്മൾ കൊയ്യും. വിതയ്ക്ക് കുറച്ച് നാൾ കഴിഞ്ഞ് മാത്രമേ കൊയ്യുകയുള്ളൂ. നമ്മളുടെ ജീവിതത്തിലെ മേക്ഷതകളെ വളരുവാൻ അനുകൂലമായ സാഹചര്യങ്ങൾ നമ്മൾ നൽകിയാൽ ആ മേക്ഷത മാത്രമേ നമ്മളുടെ ജീവിതത്തിൽ ധരിക്കൂ. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ സ്വന്തം വീട്ടിൽ ഞങ്ങൾക്ക് ഒരു ടാങ്ക് ഉണ്ടായിരുന്നു. ആ ടാങ്കിൽ ഒരു ദിവസം ടാങ്ക് നിറച്ച് വെള്ളം ഒഴുകുകയാണ്. പക്ഷെ താഴെയുള്ള ടാപ്പിൽ ഒരു തുള്ളി വെള്ളം പോലും. അവസാനം വളരെ ബുദ്ധിമുട്ടി ആ ടാങ്കിന്റെ മുകളിൽ കയറി ആ ടാങ്കിന്റെ മൂടിയിലൂടെ നോക്കിയപ്പോൾ വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. പക്ഷെ താഴോട്ട് ഒരു തുള്ളി വെള്ളം പോലും. മൂടി പൊക്കി സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതിന്റെ തൊട്ട് സമീപം നിന്നിരുന്ന അമ്പഴത്തിൽ നിന്ന് ഒരമ്പഴം ഈ ടാങ്കിലേക്ക് വീണ് ഈ വെള്ളം താഴേക്ക് വരേണ്ട ആ സുഷിരത്തിൽ അടഞ്ഞിരിക്കും. ദൈവത്തിന്റെ ആത്മാവ് സമൃദ്ധമായി നൽകുവാൻ ഇന്നും ദൈവം തയ്യാറാണ്. പക്ഷേ ജീവിതത്തിൽ ചില അമ്പഴങ്ങ പോലെയുള്ള അനുഭവം, ചില തടസ്സങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളുടെ ജീവിതത്തിലേക്ക് പൂർണ്ണതയിൽ വരുവാൻ നാം തടസ്സം സൃഷ്ടിക്കുക. നമ്മളിപ്പോൾ പാടിയ പാട്ട് ജീവിതം ഇന്നും ശരിയായിട്ടില്ലയോ ജീവിപ്പിക്കുന്ന കർത്താവേ. ജീവിതത്തിന്റെ കുറവുകളെ കണ്ട് അതിനെ ക്രൂശിക്കുവാൻ നാം തയ്യാറാകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ നിയന്ത്രണം നമ്മളുടെ ജീവിതത്തിൽ പൂർണ്ണമായി ഉണ്ടാകും. രണ്ടാമത്തെ വാക്ക് ക്രൈ, അതിന്റെ ക്രൂസിഫിക്സ്. രണ്ടാമത്തേത് കരയുക, നിലവിളിക്കുക, പ്രാർത്ഥിക്കുക. സ്വർഗാരോഹണം മുതൽ പെന്തക്കോസ്ത് വരെയുള്ള ദിവസങ്ങൾ ആദിമ സഭയെ സംബന്ധിച്ചിടത്തോളം കാത്തിരിപ്പിന്റെ കാലം. കാരണം ദൈവത്തിന്റെ ആത്മാവിനെ പൂർണ്ണതയും തൃത്വത്തിൽ മൂന്നാമനായ ദൈവത്തിന്റെ ആത്മാവിനെ പൂർണ്ണതയും ലോകത്തിന് ലഭ്യമാകുവാൻ വേണ്ടി കാത്തിരിക്കുന്ന സ്ഥലം. ഇന്ന് ആ രീതിയിൽ കാത്തിരിക്കുവാനല്ല വേദപുസ്തകം നമ്മളോട് ആവശ്യപ്പെടുന്നത്. മറിച്ച് നമ്മളോട് ആവശ്യപ്പെടുന്നത് ദാഹത്തോടുകൂടി, ഈ ആത്മനിറവിന് വേണ്ടിയുള്ള ദാഹത്തോടുകൂടി നാം ദൈവത്തോട് യാചിക്കണം എന്നുള്ളതാണ്. യോഹന്നാൻ സുവിശേഷത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാൾ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവരെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. തന്നിൽ വിശ്വസിപ്പാനുള്ളവർക്ക് ലഭിക്കുന്ന ആത്മാവിനെ കുറിച്ചാകുന്നു യേശു പറഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ വളരെ പരിചിതമായ ഒരു വാക്യമുണ്ട്. യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ അവൻ എത്ര അധികം കൊടുത്തു. ആഗ്രഹത്തോടുകൂടി നാം പ്രാർത്ഥിക്കുമെങ്കിൽ, ആഗ്രഹത്തോടുകൂടി നാം ദൈവത്തോട് നിലവിളിക്കുന്നെങ്കിൽ ആത്മാവിന്റെ ആ നിറവ്, പൂർണ്ണത
നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതാണ് സുവിശേഷം. നമ്മൾ എത്ര പേര് ഈ ആത്മനിറവിന് വേണ്ടി, ആത്മനിയന്ത്രണത്തിന് വേണ്ടി ഓരോ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട് എന്നുള്ള ഒരു ചോദ്യം ഞാൻ ഉൾപ്പെടെ നാം ഒക്കെയും ചോദിക്കുന്നത് നല്ലതായി. അങ്ങനെ ആത്മനിറവ് സംഭവിക്കുമ്പോൾ we can live above the passion and desire of our flesh. When we walk in line with His speech, ആത്മാവിനോട് ചേർന്ന് നാം നടക്കുമ്പോൾ നമ്മുടെ ജഡീകമായ താല്പര്യങ്ങൾക്ക് അപ്പുറമായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. If the Spirit is the source of our life, let the Spirit also direct its course. ആത്മാവായിരിക്കും ആ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നിറയ്ക്കും. ആത്മനിറവ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ആശ്വാസപ്രദനായിട്ട് ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവർ, വേർപാട് നമുക്ക് ദുഃഖം നൽകുന്നതാണ്. നമ്മളെ നിരാശപ്പെടുന്ന ഒത്തിരി ജീവിത അനുഭവങ്ങളുണ്ടാകും. ആ സമയത്ത് ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. മാത്രമല്ല, നമുക്കൊരു പാപബോധം നൽകും. കാരണം പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും നമ്മളെ നിരന്തരം ഓർമ്മപ്പെടുത്തുന്ന ദൈവത്തിന്റെ ആത്മാവ് ഒരു തെറ്റ് ചെയ്യുമ്പോൾ അയ്യോ തെറ്റാണല്ലോ എന്നുള്ള ആ ഒരു ബോധ്യം നമുക്ക് നൽകുന്ന ആത്മാവിന്റെ പ്രവർത്തനമാണ്. ആ ആത്മനിറവ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ കഷ്ടതയിൽ നമുക്ക് പാടുവാൻ സാധിക്കും. അതാണ് ആദ്യ നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാരുടെ ജീവിത പ്രതിസന്ധികളുടെ മധ്യത്തിൽ അവർ തകർന്നു പോകാതെ പാട്ടുപാടി ദൈവത്തെ ആരാധിച്ചു. ലോകം ഇന്ന് വരെ കണ്ടിട്ടുള്ളത് ഏറ്റവും ഭയാനകമായ ഒരു ജീവിത സാഹചര്യത്തിലൂടെ എല്ലാ തലങ്ങളും കടന്നു പോകുന്നു. അന്തം വിട്ട് അന്താളിച്ച് നിൽക്കുന്ന ഈ നാളുകളിൽ നാം അധൈര്യപ്പെട്ടു പോകാതെ ദൈവകൃപയെ ആഗ്രഹിച്ച് മുമ്പോട്ട് പോകാൻ നമ്മളെ ധൈര്യപ്പെടുത്തുന്നതാണ് ദൈവത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത്. ആ ആത്മനിറവ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ജീവജലത്തിന്റെ നദി പോലെ മറ്റുള്ളവരിലേക്ക് അത് ഒഴുകിച്ചു. ആ ഒഴുകി ചെല്ലുന്നിടത്തൊക്കെ ജീവന്റെ പരിപോഷണം സംഭവിക്കും. അതാണ് സുവിശേഷം. ആത്മനിറവ് കവിഞ്ഞ് ഒഴുകുന്നത് അതൊഴുകി ലോകത്തിൽ അനേകം സന്തോഷവും ധൈര്യവും സമാധാനവും നൽകുന്ന ജീവിത അനുഭവങ്ങളാക്കി തീർക്കുവാൻ ദൈവമേ എന്റെ ജീവിതത്തെ ഉപയോഗിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിക്കുന്നു. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും കാലാവസ്ഥാനം കൂടാതെ എന്നേക്കുണ്ടായിരിക്കട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും ചേർന്ന് നമ്മുടെ വിശ്വാസം അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിന്റെ വാചകങ്ങളിൽ ഏറ്റുചൊല്ലാൻ. അപ്പോസ്തല വിശ്വാസ പ്രമാണം. സർവശക്തിയുടെ പിതാവായ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ പുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം ദിവസം മരിച്ചു,
വാഗ്ദത്തം നൽകിയിരിക്കുന്ന നിന്റെ ആത്മാവെന്ന കാര്യസ്ഥനെ ഞങ്ങളുടെ മേൽ പകർന്ന് ഞങ്ങളെ ശക്തീകരിക്കണമേ. ഞങ്ങൾ ദർശനങ്ങളും സ്വപ്നങ്ങളും കണ്ട് ആത്മാവിനെ ഫലം പുറപ്പെടുവിച്ച് കൃപാവരങ്ങളാൽ നിന്റെ സാക്ഷികളായി തീരുവാൻ സഹായിക്കണമെന്ന് നിന്നോട് പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായ കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശുക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. സമാധാനത്തിന് വേണ്ടിയുള്ള അപേക്ഷ. സമാധാനത്തിന്റെ കർത്താവും ഐക്യമത്യത്തിൽ ഇഷ്ടപ്പെടുന്നവരുമായ ദൈവമേ, നിന്നെ അറിയുന്നതിൽ ഞങ്ങളുടെ നിത്യജീവനിരിക്കുന്നു. നിന്നെ സേവിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നു. നിന്റെ സംരക്ഷണത്തിൽ ഞങ്ങൾ ഉറപ്പോടെ ആശ്രയിച്ച് ഞങ്ങൾ യാതൊരു പ്രതിയോഗിയുടെയും ശക്തിയെ ഭയപ്പെടാതിരിക്കുവാനായിട്ട് ഞങ്ങളുടെ ശത്രുക്കളുടെ ആക്രമണങ്ങളൊക്കെ നിന്റെ താഴ്മയുള്ള ദാസരായ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ബലം മൂലം കാത്തുകൊള്ളണമേ. കൃപയ്ക്കായുള്ള അപേക്ഷ. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവായ കർത്താവേ, ഈ ദിവസത്തിന്റെ ആരംഭം വരെ നീ ഞങ്ങളെ സുഖത്തോടെ കൊണ്ടുവന്നിരിക്കുന്നു. നിന്റെ മഹാശക്തി കൊണ്ടെന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഇന്നേ ദിവസം ഞങ്ങൾ യാതൊരു പാപത്തിലും വീഴാതെയും യാതൊരു ആപത്തിലും വെക്കപ്പെടാതെയും നിന്റെ മുൻപാകെ നീതിയായുള്ളതിനെ എല്ലായ്പ്പോഴും ചെയ്യുവാനായിട്ട് ഞങ്ങളുടെ സകല ക്രിയകളും നിന്റെ ബന്ധത്താൽ തടസ്സപ്പെടേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. പിറന്നാൾ വിവാഹ വാർഷികം ആഘോഷിച്ച പ്രിയപ്പെട്ടവർക്ക് എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും സഭയുടേതായി നേരുന്നു. നമുക്ക് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയിൽ ഒരു നിമിഷം ഓർക്കാം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. സകല നല്ല ദാനങ്ങളുടെയും ദാതാവും റോഡുമായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പിറന്നാൾ വിവാഹ വാർഷികം ആഘോഷിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥനയിൽ ഓർക്കുന്നു. അവരെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. കഴിഞ്ഞ നാളുകളൊക്കെ നിന്റെ മക്കളെ അനുഗ്രഹത്തോടെ വഴി നടത്തിയതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളോടൊക്കെയും കടന്നുപോയപ്പോഴും ദൈവത്തിന്റെ കൃപ അവരുടെ ജീവിതത്തിൽ വ്യാപരിച്ചുവല്ലോ. സമാധാനവും സന്തോഷവും അവരുടെ ജീവിതത്തിൽ നൽകി. പ്രയാസങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ അതിനെ നേരിടുവാനും അതിനെ അതിജീവിക്കുവാനും നിന്റെ മക്കൾക്ക് അവിടുത്തെ ശക്തിയും കൃപയും നൽകിയതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. പുതിയ പ്രതീക്ഷകളോടെ പ്രാർത്ഥനയോടെ നിന്റെ മക്കൾ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നാഥാ, നീ അവർക്കെല്ലാം അനുഗ്രഹങ്ങളും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആയുരാരോഗ്യങ്ങളെ കർത്താവേ നിന്റെ മക്കൾക്ക് അവിടുത്തെ ദാനമായിട്ട് നൽകണമേ. നീ എവിടെ ആക്കി വെക്കുന്നു ആയിരിക്കുന്ന ഇടങ്ങളൊക്കെ നിന്റെ വിശ്വസ സാക്ഷികളായി ജീവിതം തുടരുവാൻ നിന്റെ മക്കളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും നിന്റെ മക്കളെ അവിടുന്ന് ഉറപ്പിച്ച് ബലപ്പെടുത്തണമേ. യേശു മൂലം ഞങ്ങൾ പ്രാർത്ഥന ദൈവത്തോടെ കേൾക്കുമാറാകണമേ. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. ചില നിമിഷങ്ങളിലെ പ്രാർത്ഥനയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം ദാനമായിട്ട് നൽകിയ ഈ ജീവിതത്തിനായിട്ട് ദൈവത്തിന്റെ നന്ദിയോടെ സ്തോത്രം കരയിക്കാൻ നാം ഇന്ന് കേട്ട വചനത്തിനനുസൃതമായി നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിപ്പാൻ കർത്താവേ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ ജീവിക്കുവാനും പരിശുദ്ധാത്മ നിറവിന് വേണ്ടി ദാഹിപ്പാനും ഈ കാലയളവിൽ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. വചനം സംസാരിച്ച അച്ഛനെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഈ നാളുകളിൽ അച്ഛനെയും ശുശ്രൂഷയ്ക്ക് വേണ്ടി കുടുംബമായിട്ട് കർത്താവ് ഈ നാളുകളിൽ എടുത്തുപയോഗിക്കുന്ന കൃപയ്ക്കായിട്ട് ദൈവത്തിന്റെ സ്തോത്രം കയറിക്കാൻ അനവധിയായ നന്മയും ശക്തിയും കൃപകളും അച്ഛന്റെ ശുശ്രൂഷ മേഖലകളിൽ കർത്താവ് ദാനമായിട്ട് നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന നമ്മെ ഓരോരുത്തരെയും ദൈവകരങ്ങളിൽ ഓർക്കാം. നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങളൊക്കെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഒരുപക്ഷെ മറ്റുള്ളവരോട് പങ്കുവെക്കുവാൻ കഴിയാത്ത ജീവിതത്തിൻ്റെതായ ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവ് പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ
എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. അവൻ നമ്മെ സമാധാനിപ്പിക്കുന്ന ദൈവമാണ്. നമ്മെ ധൈര്യപ്പെടുത്തുന്ന ദൈവമാണ്. കർത്താവേ, നീ ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ ശക്തീകരിക്കണമേ. ഞങ്ങളെ ഹൃദയത്തിലുള്ള എല്ലാ വേദനകളും അവിടുന്ന് അകറ്റി ഈ ലോകത്തിൽ ജീവിക്കാൻ നിന്റെ കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. രോഗികളായ ഒരുപാട് ആളുകൾ നമ്മുടെ മനസ്സിലുണ്ടല്ലോ. നമ്മുടെ അറിവിലും പരിചയത്തിലുമുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് ഓർക്കാം. ശയ്യാലംബരായി പലതരത്തിലുള്ള രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവർ, ചികിത്സിച്ചിട്ടും മാറാത്ത രോഗമായി തീരാവേദനയിലൂടെ കടന്നു പോകുന്ന എത്രയോ ആളുകൾ, അവരെയൊക്കെ ദൈവസന്നിധിയിൽ ഓർക്കാം. ശാരീരികമായ ആശ്വാസവും ബലവും അവർക്ക് ലഭ്യമാകേണ്ടതിനു വേണ്ടി നമുക്ക് ദൈവത്തോട് യാചിക്കാം. പ്രായാധിക്യത്തിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കാം. വാർദ്ധക്യത്തിലും പ്രത്യാശയോടെ ജീവിക്കാൻ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വേർപാടിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളുണ്ടല്ലോ. ദൈവീകമായ സമാധാനവും ധൈര്യവും നിന്റെ മക്കൾക്കും ലഭ്യമാക്കണമേ എന്ന് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് എക്സാമിന് വേണ്ടി ഒരുങ്ങുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവസന്നിധിയിൽ ഓർക്കാം. വിദൂരതയിലായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നാട്ടിൽ കടന്നു വരണമെന്നുള്ള ആഗ്രഹത്തിൽ ജീവിക്കുന്നവരുണ്ട്. പലവിധ സാഹചര്യങ്ങളിൽ പലവിധ ഞെരുക്കങ്ങളിൽ ഇരിക്കുന്നവരുണ്ട്. ജോലി നഷ്ടപ്പെട്ട് പല പ്രയാസങ്ങളിൽ ഇരിക്കുന്ന അനേകം ആളുകളുണ്ട്. അവരെയൊക്കെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. അവരുടെ ആവശ്യങ്ങളിലും കർത്താവേ, നീ അവരോട് കൂടെ ഇരിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. നമ്മുടെ സഭയെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ മഹായിടവകയെ ദൈവകരങ്ങളിൽ ഓർക്കാം. അധ്യക്ഷൻ തിരുമേനിയും പട്ടണ സമൂഹത്തെയും ശുശ്രൂഷകരെയും മിഷണറിമാരെയും മിഷൻ മൈലുകളും എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി, കേരള സംസ്ഥാനത്തിന് വേണ്ടി, ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. കൊറോണ ഭീതിയിൽ ഒട്ടനേകം ദേശങ്ങൾ കർത്താവേ പ്രതിസന്ധികളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ ഈ മഹാമാരി എത്രയും പെട്ടെന്ന് ഞങ്ങളെ കടന്നു പോകുവാൻ ദൈവമേ അവിടുന്ന് സഹായിക്കണമേ. പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന നഴ്സുമാരെയും ഡോക്ടർമാരെയും മറ്റ് ആതുര സേവന ശുശ്രൂഷകരെയും നിയമപാലകരെയും നിയമ സംഹിതകളിലും എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവേ, വാക്സിന് വേണ്ടി പ്രവർത്തിക്കുന്നവരും അവരെയും ദൈവകരങ്ങളിൽ ഓർക്കാം. എത്രയും പെട്ടെന്ന് റിസർച്ചുകളൊക്കെ പൂർത്തീകരിച്ച് മനുഷ്യരിൽ ഫലപ്രദമായി ഉപയോഗിച്ചു തുടങ്ങുവാൻ, അതിന് നല്ല ഫലം കണ്ടു തുടങ്ങുവാൻ കർത്താവ് അവിടുന്ന് സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അങ്ങനെ ഈ വിഷയങ്ങളെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ആവശ്യങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നാം കേട്ട ദൈവത്തിന്റെ മുൻപാകെ നമ്മെ തന്നെ സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം മൗനമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന നമുക്ക് ഉപയോഗിക്കാം. സർവശക്തിയുള്ള ദൈവമേ, സകല വ്യക്തികളെയും പിതാവേ, സകല മനുഷ്യരോടും നിരക്കുള്ള നന്മയ്ക്കായിട്ടും ആശ്രയങ്ങൾക്കായിട്ടും നിന്റെ ഭാവങ്ങളെയും അനുഭവമായ സ്തോത്രം ചെയ്യുന്നു. ഈ ആശ്രയങ്ങൾക്ക് വേണ്ടി
സമയത്ത് അറിയിക്കട്ടെ. ഏതാനും ചില അറിയിപ്പുകൾ നിങ്ങളോടായി പങ്കുവെക്കട്ടെ. വട്ടശ്ശേരി തോമസ് മാത്യു തമ്പിച്ചായന് കഴിഞ്ഞ ദിവസം നിര്യാതനായി. സഭയുടേതായ അനുശോചനം അറിയിക്കുന്നു. ദുഃഖാത്തിലായ കുടുംബാംഗങ്ങളെ ദൈവം തമ്പുരാൻ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അരിപ്പറമ്പിൽ മിസസ് ശ്രീത സജി ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ PhD കരസ്ഥമാക്കി. സഭയുടേതായ അനുമോദനങ്ങൾ ഈ സമയത്ത് അറിയിക്കുന്നു. നമ്മുടെ കൊറോണ റിലീഫ് ഫണ്ടിൽ നമുക്ക് ഏകദേശം 1.5 ലക്ഷത്തോളം രൂപ ഈ നാളുകളിൽ സംഭാവനയായിട്ട് ലഭിക്കുകയുണ്ടായി. ഇതിനുവേണ്ടി സംഭാവന ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഈ നാളുകളിൽ ലഭിച്ച തുക കൊണ്ട് അനേകം ആളുകൾക്ക് സഭയായിട്ട് കൈത്താങ്ങൽ നൽകുവാൻ നമുക്ക് സാധിച്ചു എന്ന് വളരെ സന്തോഷത്തോടുകൂടി ഈ സമയത്ത് ഓർമ്മിപ്പിക്കട്ടെ. ഈ നാളുകൾ ഓൺലൈൻ ആരാധനയായിട്ടാണല്ലോ നമ്മ ഭവനങ്ങളിൽ കൂടി വരുന്നത്. അനേകം ആളുകളുടെ പ്രയത്നം കൊണ്ടും സഹകരണം കൊണ്ടുമാണ് ഈ ആരാധന ഇത്ര അനുഗ്രഹമായി ഈ ദേവാലയത്തിൽ നിന്ന് ടെലികാസ്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നന്ദിയോടുകൂടി ഓർക്കുന്നു. പ്രത്യേകിച്ച് പാട്ടുകൾ പാടി സഹായിച്ച ശ്രീ ബോബി ഫിലിപ്പ്, കീബോർഡ് വായിച്ച് സഹായിച്ച റോഹൻ നവീൻ, അതുപോലെ നിധി നവ്യ, ഇതിനു വേണ്ടുന്ന ക്രമീകരണങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നൽകി തന്ന ശ്രീ ചെറുവിളാവ് പ്രകാശ്, അതുപോലെ തന്നെ ബാബുചായൻ സുരേഷേട്ട്, എല്ലാവരോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കട്ടെ. പ്രത്യേകിച്ച് അനേകം ആളുകൾ കത്തീഡ്രൽ സഭയിൽ എന്നതുപോലെ തന്നെ പുറത്തുള്ള ആളുകളും ഈ ആരാധനയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളെല്ലാവരോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. തുടർന്നുള്ള നാളുകളിൽ നമുക്ക് ദേവാലയത്തിൽ നേരിട്ട് കൂടി വരുവാനും ദേവാലയങ്ങളിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. സർവശക്തിയുള്ള ദൈവമേ, സമയത്തേക മനസ്സോടെ ഞങ്ങളുടെ പൊതുവായ അപേക്ഷകളെ കഴിപ്പാൻ നീ ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നു. 2-3 പേർ നിന്റെ നാമത്തിൽ കൂടുമ്പോൾ അവരുടെ അപേക്ഷകളെ പ്രകാരം നൽകുമെന്ന് വാഗ്ദത്തവും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ അടിയാരുടെ ആഗ്രഹങ്ങളെയും അപേക്ഷകളെയും ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാകുമെന്ന് നിവർത്തി വരുത്തി. ഇഹലോകത്തിൽ സത്യത്തിന്റെ പരിജ്ഞാനവും പരലോകത്തിൽ നിന്റെ ജീവനും ഞങ്ങൾക്ക് തരണമേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ഞാൻ കീർത്തനങ്ങളിൽ 240 കീർത്തനം, ക്രിസ്തീയ ഗീതങ്ങളിൽ 240 ഗീതം, 1-ാമത്തെയും അവസാനത്തെയും ചരണങ്ങൾ. ലിറിക് നമ്പർ 240.